KSRTC ഒരു പുതിയ സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നൊരു മോഡൽ വരെയാണ്. ആ കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റിന് മുകളിലും എന്നാൽ എക്സ്പ്രസിന് താഴെയുള്ള എയർ കണ്ടീഷൻ ബസ്സാണ്. AC ആണ്. പക്ഷേ അതേസമയം തന്നെ പലപ്പോഴും ഈ AC ബസ്സുകളിൽ AC കേടായി പോയാൽ യാത്ര വലിയ ദുസ്സഹമായിരിക്കും. അതുകൊണ്ട് ഇതിന്റെ ജനാലകൾ തുറക്കാൻ കഴിയുന്ന തരത്തിലാണ്. AC ഇല്ലെങ്കിൽ നമുക്ക് ജനാലകൾ തുറക്കാൻ കഴിയും. അങ്ങനെയുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് പോയിന്റ്. അതായത് ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കുറെ നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് AC ബസ്സുകൾ KSRTC ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്, അതായത് അതിന്റെ ഗ്ലാസുകളെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. കാരണം AC എങ്ങനെ റിപ്പയർ ചെയ്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കാറ്റ് കൊണ്ടിട്ട് യാത്ര ചെയ്യാം. ഇതിന്റെ കാരണം എന്താ നിങ്ങൾക്ക് അറിയോ? അതായത് വൺ ടൈം യൂസാണ് നമ്മുടെ KSRTC എപ്പോഴും. അതായത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നേരെ കട്ടപ്പുറത്തേക്ക് ഒറ്റ കൊണ്ടിട്ടല്ലോ, റിപ്പയർ ഒന്നുമില്ല. നമ്മൾ റിച്ച് അല്ലേ, നമ്മൾ ഖജനാവിൽ ഇങ്ങനെ പണം തുളുമ്പിരിക്കുന്നത് കൊണ്ട് ചുമ്മാ അങ്ങ് വാങ്ങിയിടുക, കുറച്ചങ്ങ് ഓടിക്കുക, എന്തെങ്കിലും റിപ്പയർ ആവുക, നേരെ കട്ടപ്പുറത്ത് കയറ്റുക, എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കുറ്റം പറയുക, ആൾക്കാർക്ക് യൂസ് ചെയ്യാറിയാത്തതാണ്. ഇതാണ് നമ്മുടെ KSRTCന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിനിപ്പം ഗണേഷ് കുമാർ വന്നാലും വേണ്ടില്ല, ഏത് അപ്പുറത്തെ കൊമ്പം വന്നാലും വേണ്ടില്ല. അതിനുള്ള കാരണം ഞാൻ കാണിച്ചു തരാം. KSRTCയുടെ 100 കോടിയോളം രൂപ വിലമതിക്കുന്ന ലോ ഫ്ലോർ ബസ്സുകൾ കട്ടപ്പുറത്ത് 11 ഡിപ്പോകളിലായി 104 ബസ്സുകളാണ് അറ്റകുറ്റപ്പണി നടത്താതെ ഇട്ടിരിക്കുന്നത്. കട്ടപ്പുറത്തിരിക്കുന്നതിൽ 60 വാഹനങ്ങളും തിരുവനന്തപുരം ജില്ലയിലെ ഡിപ്പോകളിലാണ്. കൊച്ചി തേവര ഡിപ്പോയിൽ നിരന്നു കിടക്കുന്ന ഈ ബസ്സുകളിൽ 27 എണ്ണം കട്ടപ്പുറത്താണ്. സ്പെയർ പാർട്സില്ല, അറ്റകുറ്റപ്പണിയില്ല. സമാനമായ രീതിയിൽ 11 ഡിപ്പോകളിലായി 104 ബസ്സുകളുണ്ട്. ഇതിൽ 87 എണ്ണം വിദേശ നിർമ്മിത AC ബസ്സുകളും 17 എണ്ണം തദ്ദേശീയ വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള AC ഇല്ലാത്ത ലോ ഫ്ലോർ ബസ്സുകളുമാണ്. വിദേശ കമ്പനികളുടെ വാഹനങ്ങൾക്ക് ഒരെണ്ണത്തിന് ശരാശരി 98 ലക്ഷവും നോൺ AC വാഹനങ്ങൾക്ക് 39 ലക്ഷവുമാണ് വില. അതായത് കട്ടപ്പുറത്തിരിക്കുന്ന വാഹനങ്ങളുടെ മൂല്യം ഇതിന്റെ ഒന്നും തന്തയുടെ വക അല്ല നമ്മുടെ KSRTC എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തോന്നിയ പോലെ ജനങ്ങളുടെ ടാക്സും മറ്റതൊക്കെ വെട്ടിച്ച് KSRTC വാങ്ങും, കട്ടപ്പുറത്തായി അവിടെ കൊണ്ടിടും. പിന്നെ ഇതിങ്ങോട്ട് കിടന്ന് കരച്ചിലാണ്. KSRTC ലാഭത്തിലാവുന്നില്ല, ആൾക്കാരത് ചെയ്യുന്നില്ല, ആൾക്കാർ വേണ്ട പോലെ എന്താ പറയുക ബസ്സിനെ പരിപാലിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. എന്നിട്ട് ചുമ്മാ അങ്ങ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ സ്റ്റേജ് കയറി ഡയലോഗ് അടിക്കാൻ പറ്റുന്ന ഒരു മന്ത്രി നമുക്കുണ്ട്. കഷ്ടം എന്നല്ലാണ്ട് നിനക്ക് എന്താ പറയാ. ഇവിടെ ആദ്യം ആ കട്ടപ്പുറത്ത് കയറിയ വണ്ടി വല്ലതും നന്നാക്കാൻ നോക്കട. 100 കണക്കിൽ വണ്ടികളാണ് കിടക്കുന്നത്. എന്നിട്ടാവാം പുതിയതിനെ ഇറക്കിയിട്ട് വീണ്ടും കട്ടപ്പുറത്ത് കയറ്റല്. ആദ്യം അതൊക്കെ ഒന്ന് ഇറക്ക്, എന്നിട്ട് ചെയ്യ കാര്യങ്ങള്. നീക്ക് ഏത് കോണത്തിലെ മന്ത്രിയാ? കഷ്ടം.